وَلِأَبَوَيْهِ لِكُلِّ وَاحِدٍ مِّنْهُمَا السُّدُسُ مِمَّا تَرَكَ إِن كَانَ لَهُ وَلَدٌ فَإِن لَّمْ يَكُن لَّهُ وَلَدٌ وَوَرِثَهُ أَبَوَاهُ فَلِأُمِّهِ الثُّلُثُ فَإِن كَانَ لَهُ إِخْوَةٌ فَلِأُمِّهِ السُّدُسُ مِن بَعْدِ وَصِيَّةٍ يُوصِي بِهَا أَوْ دَيْنٍ آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. ആയത്ത് 11 രണ്ടാം ഭാഗം. വലിഅബവൈഹി മരണപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് ലികുല്ലി വാഹിദിൻ മിൻഹുമാ അവരിൽ ഓരോരുത്തർക്കും അസ്സുദുസ് 6 ലഭിക്കുന്നതാണ്. മിമ്മാ തറക് മരണപ്പെട്ട വ്യക്തി ഉപേക്ഷിച്ചതിൽ നിന്നും. ഇൻ കാന ലഹു വലദ് അവർക്ക് മക്കളുണ്ടായിരുന്നാൽ. ഫഇൻ ലം യകുൻ ലഹു വലദ് ഇനി മരണപ്പെട്ട വ്യക്തിക്ക് മക്കളില്ലെങ്കിൽ വവരിസഹു അബവാഹ് മാതാപിതാക്കൾ അവരുടെ അനന്തരാവകാശികളുമാണെങ്കിൽ ഫലിഉമ്മിഹി സുലുസ് ആ മയ്യിത്തിന്റെ മാതാപിതാക്കൾക്ക് 3 ലഭിക്കുന്നതാണ്. ഫഇൻ കാന ലഹു ഇഖ്വ ഇനി മയ്യിത്തിന് സഹോദരങ്ങളുണ്ടെങ്കിൽ ഫലിഉമ്മിഹി സുദുസ് മയ്യിത്തിന്റെ മാതാവിന് 6 ലഭിക്കുന്നതാണ്. മിൻ ബഅദി വസിയത്തി യൂസി ബിഹാ മയ്യിത്ത് ചെയ്യുന്ന വസിയത്തിന് ശേഷം ഔ ദൈൻ അല്ലെങ്കിൽ കടത്തിന് ശേഷം. ആബാഉക്കും വഅബ്നാഉക്കും ഇത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സന്താനങ്ങളുമാണ്. ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫഅ ഇവരിൽ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനമെന്ന് നിങ്ങൾക്കറിയില്ല. ഫരീദതൻ മിനല്ലാഹ് ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള നിയമമാകുന്നു. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും വലിയ തന്ത്രജ്ഞനുമാണ്. ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ മക്കൾക്ക് എന്തു കൊടുക്കണമെന്ന് ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു. അടുത്തതായി ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന് മാതാപിതാക്കളുണ്ടെങ്കിൽ എന്തു കൊടുക്കണം എന്ന് വിവരിക്കുന്നു. അതേ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ വലിയ ഉപകാരികളാണ്. ജീവിതത്തിൽ അവരെ കൊണ്ട് ധാരാളം പ്രയോജനം നമുക്കുണ്ടായിട്ടുണ്ട്.
ഇനി അവരുടെ ജീവിത കാലഘട്ടത്തിലാണ് നാം യാത്രയാകുന്നതെങ്കിൽ ആ സാധുക്കൾക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ട് വല്ല പ്രയോജനവും ലഭിക്കണം. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ സമ്പത്തിൽ ഓഹരി നൽകുകയുണ്ടായി. ഒരു മയ്യിത്തിന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ്. ലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്, അതായത് അവർ രണ്ടുപേർക്കും മൊത്തത്തിലല്ല, മറിച്ച് ഓരോരുത്തർക്കും ആ മയ്യിത്തിന്റെ അനന്തര സ്വത്തിന്റെ 1/6 വീതം ലഭിക്കുന്നതാണ്. മിമ്മാ തറക ഇൻ കാന ലഹു വലദ്, ആ മയ്യിത്തിന് മക്കളുണ്ടെങ്കിൽ അദ്ദേഹം വിട്ടിട്ട് പോയ സമ്പത്തിന്റെ 1/6 വീതം 2/6 മാതാപിതാക്കൾക്ക് ആകുന്നു. ഉദാഹരണത്തിന് മയ്യിത്ത് മരിച്ചു, 6 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 1 ലക്ഷം വാപ്പായ്ക്ക് കിട്ടും, 1 ലക്ഷം ഉമ്മായ്ക്ക് കിട്ടും. ഇൻ കാന ലഹു വലദ് فإن لم يكن له ولد وورثه أبواه فلأمه الثلث. ഇനി ഒരു മയ്യിത്തിന് മക്കളാരുമില്ല, അനന്തരാവകാശി മാതാപിതാക്കൾ മാത്രമാണെങ്കിൽ മാതാവിന് 3 ലഭിക്കുന്നതാണ്. ബാക്കി 3/2 ഭാഗങ്ങൾ പിതാവിന് ലഭിക്കുന്നതാണ്. فإن كان له إخوة, ഇനി മയ്യിത്തിന് സഹോദരങ്ങളുണ്ട്. فلأمه الثلث, അപ്പോൾ ഈ മയ്യിത്തിന്റെ മാതാവിന് 1/6 ലഭിക്കുന്നതാണ്. فلأمه السدس, 1/6 ലഭിക്കുന്നതാണ്. മിൻ ബഅദി വസിയത്തി യൂസി ബിഹാ ഔ ദൈൻ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഈ ഓഹരി നൽകണം. അവർക്ക് അർഹതപ്പെട്ടതാണ്, അവർക്ക് കൊടുക്കണം. ശേഷം അല്ലാഹു പറയുന്നു, ഈ അനന്തരാവകാശം വീതിക്കേണ്ടത് നേരത്തെ പറഞ്ഞതും ഇനി പറയുന്നതും ഇപ്പം പറഞ്ഞതും. വീതിക്കുന്നത് മിൻ ബഅദി വസിയത്തി യൂസി ബിഹാ ഔ ദൈൻ, ആ മയ്യിത്ത് ചെയ്യുന്ന വസിയത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ ആ കടത്തിന് ശേഷമാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹു ഏറ്റെടുക്കുന്നു. എന്നിട്ട് ആദ്യം അതിൽ നിന്നും കുറച്ച് സമ്പത്ത് മയ്യിത്തിന്റെ ശുശ്രൂഷ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകും. മയ്യിത്തിനെ കുളിപ്പിക്കണം, കഫൻ പൊതിയണം, ഖബർ വെട്ടണം, അതിനടക്കം ചെയ്യണം. ഈ ചെലവ് ഭയങ്കരമായിട്ട് കൂടാനും പാടില്ല, വല്ലാതെ പിശുക്കാനും പാടില്ല. ചിലർ മയ്യിത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി 40 സോപ്പ്, 50 തോർത്ത്, 100 മുണ്ട് വലിച്ചുവാരി മേടിക്കാറുണ്ട്. ദൂർത്തു പാടില്ല. ആ സമ്പത്ത് വേറെ ആളുകൾ അവകാശിയുള്ളതാണ്. അത്യാവശ്യ ചെലവ് കുളിപ്പിക്കാൻ വേണ്ടി ഇന്ന് കടകളിലും മറ്റും മയ്യിത്തിന്റെ സെറ്റ് കിട്ടും. അത് വളരെ ഉപയുക്തമാണ്, അത് മേടിക്കിൻ. പിന്നെ ഖബറടക്കലും മറ്റുമായി മസ്ജിദിന് ചിലപ്പോൾ ഒരു തുക കൊടുക്കേണ്ടി വരും, അത് കൊടുക്കിൻ. അതിനുശേഷം ബാക്കിയുള്ള തുക അത് കടം വീട്ടാൻ വേണ്ടി കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്.
ഇന്ന് ആളുകൾക്ക് കടം മേടിക്കാൻ വലിയ താൽപര്യമാണ്, കൊടുത്തു വീടാൻ ഒരു താൽപര്യവുമില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം കടം മേടിച്ചു കൂട്ടും. ഒരു കടയുണ്ട്, രണ്ടാമത്തെ കടയെടുക്കും, അതിനുവേണ്ടി ലോൺ മേടിക്കും. മൂന്നാമത്തെ കടയെടുക്കും, അതിനുവേണ്ടി ലോൺ മേടിക്കും. എന്തെങ്കിലും ചെറിയ ആവശ്യം വന്ന് ഉടനെ വലത്തുള്ളവരിൽ നിന്ന് കടം മേടിക്കും, ഇടത്തുള്ളവരിൽ നിന്ന് കടം മേടിക്കും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു വ്യക്തി പറഞ്ഞു, ദീനിന്റെ മാർഗത്തിൽ മരണപ്പെട്ടാൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമോ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അദ്ദേഹം സന്തോഷത്തോടെയും ആവേശത്തോടെയും പുറത്തേക്ക് പോയപ്പോൾ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്, കടബാധ്യത പൊറുക്കപ്പെടുന്നതല്ല. ഈ കാര്യം എന്നോട് ജിബ്രീൽ ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നു. ദീനുള്ളവരും ഇന്ന് കടം മേടിച്ചു കൂട്ടുന്നുണ്ട്, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നല്ല സങ്കടകരമായ കാര്യം, സ്ത്രീകളും ദീനുള്ള സ്ത്രീകളും അനാവശ്യമായ ഇടപാടുകളും അതുപോലെ കടം മേടിക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനം ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടുമ്പോഴാണ് അറിയുന്നത് അവരിത്ര കടം മേടിച്ചു, ഇവരിത്ര കടം മേടിച്ചു. എന്തെല്ലാം അക്രമമാണ്! മരണത്തിന് ശേഷം ഭയങ്കര പിടുത്തമുണ്ടാകുന്ന കാര്യമാണ് കടം. ചിലരുടെ അനന്തരാവകാശമല്ല, അതിന്റെ ഇരട്ടി കൊടുത്താലും വീട്ടാൻ പറ്റാത്ത കടവും മേടിച്ചുകൊണ്ടാണ് പലരും ഖബറിലേക്ക് പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന് ജീവിതം ലഘൂകരിക്കണം, പക്വതയുണ്ടാക്കിയെടുക്കണം. യൂസി ബിഹാ ഔദൈൻ. മൂന്നാമതായി, ആ മയ്യിത്ത് വല്ല വസിയ്യത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയ്യത്തും പൂർത്തീകരിക്കണം. അതിന് നിയമങ്ങൾ പിന്നീട് വരും. യൂസി ബിഹാ ഔദൈൻ. അടുത്തതായി പറയുന്നു, ആബാഉകും വഅബ്നാഉകും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫഅ. ഈ പറയപ്പെട്ടവർ നിങ്ങളുടെ മാതാപിതാക്കളും മക്കളുമാണ്. ഇവരിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളവരെന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും പ്രയോജനപ്പെടുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നയാള് പ്രയോജനപ്പെടും എന്ന് വിചാരിച്ച് അനന്തരാവകാശം കൊടുക്കുകയല്ല വേണ്ടത്. ആ കാര്യം അല്ലാഹുവിനറിയാം. പടച്ചവന്റെ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കില്ല. അത് വലിയ തത്വമുണ്ട്. ആബാഉകും വഅബ്നാഉകും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫഅ. ഇന്നവരെ കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് വല്ലവർക്കും കൊടുക്കുക എന്ന് പടച്ചവൻ പറഞ്ഞാൽ നിങ്ങളുടെ വിചാരം ചിലപ്പോൾ തെറ്റാകാൻ സാധ്യതയുണ്ട്. എത്രയോ മക്കൾ വാപ്പയ്ക്ക് ഹജ്ജ് ഫർളായിട്ട് വാപ്പയുടെ വൻ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് അദ്ദേഹത്തിന് ഹജ്ജ് അത് പൂർത്തിയാക്കാൻ അവർ തയ്യാറാകുന്നില്ല. لا تدرون أيهم أقرب لكم نفعا فريضة من الله. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള നിയമമാകുന്നു. ആയത്തിന്റെ തുടക്കത്തിൽ യൂസീക്കുമുള്ള, അവസാനത്തിൽ ഫരീദത്തൻ മിനല്ലാഹ്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അല്ലാഹു എല്ലാം അറിയുന്നവനും
വലിയ തന്ത്രജ്ഞനുമാണ്. ആ അറിവിന്റെയും തന്ത്രജ്ഞതയുടെയും വെളിച്ചത്തിലാണ് അള്ളാഹു ഈ നിയമങ്ങൾ പറയുന്നത്. നിങ്ങളിത് പാലിക്കും, നിങ്ങൾക്ക് നല്ലതാണ്, മറ്റുള്ളവർക്ക് നല്ലതാണ്. അള്ളാഹു പാലിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.